വിതുര പേപ്പാറ റോഡിൽ വീണ്ടും കാട്ടാനശല്യം. മാങ്കാല, കുട്ടപ്പാറ, അഞ്ചുമരുതമൂട്, പൊടിയക്കാല മേഖലകളിലാണ് കാട്ടാനശല്യം രൂക്ഷമാകുന്നത്. വനമേഖലയായതിനാൽ കാട്ടിനുള്ളിൽ നിന്നും കാട്ടാനകൾ വളരെ പെട്ടെന്ന് പേപ്പാറ റോഡിലേക്ക് ഇറങ്ങുകയാണ് പതിവ്. ഇന്നലെ രാവിലെ പേപ്പാറ, മാങ്കാല മേഖലയിലാണ് കാട്ടാനകൾ റോഡിൽ ഇറങ്ങി ഭീതി പരത്തിയത്. 3 കാട്ടാനകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തുടർന്ന് നാട്ടുകാർ ഓടിച്ച് വനത്തിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു. രാത്രിയിൽ പേപ്പാറ റോഡിൽ കാട്ടാനകൾ തങ്ങുന്നത് ആശങ്കാജനകമാണ്. പുലിയും കാട്ടുപോത്തും പന്നിയും കാട്ടാനയ്ക്ക് പുറമെ മേഖലയിലെത്തുന്നു. കാട്ടുപോത്തിൻ്റെയും പന്നിയുടെയും ശല്യവുമുണ്ട്. ഇതുവഴി വരുന്ന വാഹനങ്ങളിലെ ഹോൺ മുഴക്കുമ്പോഴാണ് വന്യമൃഗങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോകുന്നത്. വിതുര, പേപ്പാറ റോഡ്, മാങ്കാല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടാനയുടെ സാന്നിധ്യവും കൃഷിനാശവും നേരിട്ട് മനസ്സിലാക്കുവാൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രദീപ് നാരായൺ, വിതുര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനുകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ജനപ്രതിനിധികൾ വിഷയം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തി. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരോട് ചർച്ച ചെയ്യുകയും കാട്ടാനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഓടിച്ചുവിടാൻ നടപടി സ്വീകരിക്കുമെന്നും അടിയന്തരമായി ഈ പ്രദേശത്ത് വൈദ്യുതി വേലി നിർമ്മിക്കുമെന്നും കൃഷിനാശം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകുമെന്നും ഉറപ്പു നൽകി. കൊല പോയി, വാഴ ഒരുപാട് പോയി. ശരിക്കും മുതലുകൾ ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടമാച്ചൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. എല്ലാം ഇത് കടമാച്ച തന്നെ ചെയ്തത്. പക്ഷെ ഇനി എല്ലാം നശിച്ചല്ല. ഇനി 3ഓളം ആനയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഏതാണ്ട് അതിന്റെ ഒരു 9:30-10 മണിക്ക് ഇവിടെ വന്നതാണ്. അതിനുശേഷം ഏതാണ്ട് ഒരു 1 മണിയോളം നമ്മൾ ഇതിന്റെ പിറകെ ഇതിന്റെ വനത്തിൽ കയറ്റി വിടുന്നവരെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതിന് പ്രായോഗികമായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുന്ന സംവിധാനം ചെയ്തേ പറ്റുള്ളൂ. ഈ കൃഷിയല്ല പ്രധാനം, മനുഷ്യജീവനാണ് പ്രധാനം. നമുക്ക് ഇത് ഊർജിതമായി കൈകാര്യം ചെയ്തെങ്കിലേ ഒക്കെയുള്ളൂ. നമുക്കിത് ജനത്തിന് രോഗം വരുന്ന ഒരു പരിപാടിയിലേക്കും പോകാതെ അവരെ സംരക്ഷിച്ച് നമുക്ക് നല്ല രീതിയിൽ എല്ലാവരും കൂടെ ഒറ്റ കൂട്ടായിട്ട് നിന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തും നമ്മളെ വിതുര ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും ഒക്കെ കൂടെ നമ്മുടെ തലസ്ഥാന ജില്ലയിൽ ചെറിയ വന്യമൃഗങ്ങളുടെ ശല്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത് കൃഷിയെ ബാധിച്ചിരുന്നത്. അപ്പോൾ കൃഷിയെ ബാധിക്കുമ്പോൾ നമ്മളതൊരു കാർഷിക നഷ്ടമായി മാത്രം കാണുകയും അതിന് കൃഷി നഷ്ടത്തിനുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് പരിഹരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ ആന എന്ന് പറയുന്ന സാന്നിധ്യം, ആനയുടെ സാന്നിധ്യം വലിയ പ്രതിസന്ധി ജീവനിൽ ഉണ്ടാക്കിയിരിക്കും. ഇവിടെ കിട്ടുമ്പോൾ 2 വർഷം വരെ ഗുണമുണ്ടായിരുന്നു. ഓടിച്ച് കയറ്റിയിട്ട് ഇതൊരു ഗൗരവമായി എടുത്താൽ മതി. ആൾക്കാർക്ക് ഒരു അപകടവും പറ്റരുത്. നമ്മൾ ഇത് അപകടം വരുന്നവരെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇല്ലല്ല, ഞങ്ങൾ ആക്റ്റീവ്, ഇവർക്കെല്ലാം അറിയാം. ഞങ്ങൾ ആക്റ്റീവായിട്ടുണ്ട്. അല്ല, ഞങ്ങൾ രാവിലെ വന്നപ്പോഴേ ഇന്ന് വൈകുന്നേരം ഇത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരിചയപ്പെടില്ല. അങ്ങോട്ട് വരാം. പഞ്ചായത്ത്